എല്ലാവർക്കും ബ്രെയിൻ സ്പാർക്ക് യൂട്യൂബ് ചാനലിന്റെ പ്രതികരണ വേദിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ വേദനാജനകവും അതേസമയം കാലിക പ്രസക്തി ഉള്ളതുമായ ഒരു വിഷയമാണ്. കേരളത്തിലെ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളാണ് എഡ്യൂക്കേഷൻ ലോൺ എടുത്തിരിക്കുന്നത്. കൂടുതൽ കുട്ടികളും മധ്യവർഗത്തിൽപ്പെട്ട കുട്ടികളാണ്. തങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള തുക സമാഹരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഈ കുട്ടികൾ പലപ്പോഴും ബന്ധപ്പെടുന്നത് തങ്ങളുടെ അടുത്തുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ 7 ലക്ഷത്തിൽ കൂടുതലാണ് വിദ്യാഭ്യാസ ചെലവെങ്കിൽ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുട്ടികളോട് മോർഗേജ് അല്ലെങ്കിൽ അവരുടെ വസ്തുവകകൾ ജാമ്യമായി വാങ്ങാറുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കുട്ടിക്ക് MBBS കോഴ്സിനു വേണ്ടി സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ട് എൻട്രൻസ് ഒക്കെ പഠിച്ച് വളരെ ബുദ്ധിമുട്ടി തങ്ങളുടെ കുട്ടികൾ അഡ്മിഷൻ നേടിക്കഴിയുമ്പോൾ പിന്നീട് ഒരു ഭാഗ്യപരീക്ഷണത്തിന് തയ്യാറാകാതെ അവർ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് ചേർക്കുന്നു. അത് MBBS ആകട്ടെ, BDS ആകട്ടെ, BPharm ആകട്ടെ, ഫിസിയോതെറാപ്പി ആകട്ടെ, ഏത് തരത്തിലുള്ള മെഡിക്കൽ കോഴ്സുകളെ സംബന്ധിച്ചും എഞ്ചിനീയറിംഗ് കോളേജുകളെ സംബന്ധിച്ചും ഇതാണ് അവസ്ഥ. ഉദാഹരണത്തിന് MBBSന് അഡ്മിഷൻ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്ന ഒരു കുട്ടി 10 ലക്ഷം രൂപയ്ക്ക് ബാങ്കിനെ സമീപിച്ചു എന്ന് വിചാരിക്കുക. ഈ 10 ലക്ഷം രൂപയിൽ ബാങ്ക് 10 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ കുട്ടിയുടെ മാതാപിതാക്കളുടെ മോർഗേജ് വസ്തു ജാമ്യമായി മേടിക്കുന്നു. 4 വർഷത്തെ പഠനത്തിന് ശേഷം ഈ കുട്ടി അതിൻ്റെ വിദ്യാഭ്യാസ ലോണിൻ്റെ തുക അറിയുവാൻ ചെല്ലുന്ന സമയത്ത് അറിയുന്നത് 14 ലക്ഷം രൂപ ആണ് അതിൻ്റെ മൊത്തം തുകയെന്നാണ്. അതിഭീകരമായ പലിശ, 12% പലിശയാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂട്ടി എഴുതിയിരിക്കുന്നത്. ഈ 14 ലക്ഷം രൂപ നിലനിൽക്കുമ്പോൾ ഈ കുട്ടിക്ക് MDക്ക് അഡ്മിഷൻ കിട്ടി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അഡ്മിഷൻ കിട്ടി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കുട്ടിയോട് ബാങ്കുകാർ ഒന്നിൽ പറയും, നിങ്ങൾ 4 ലക്ഷം രൂപ അടയ്ക്കാൻ പറയും. 4 ലക്ഷം രൂപ അടച്ചു കഴിയുമ്പോൾ ഈ കുട്ടിക്ക് വീണ്ടും ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള പൈസ കൊടുക്കും, അല്ലെങ്കിൽ നിലവിലുള്ള തുകയുടെ മേൽ ഹയർ എഡ്യൂക്കേഷനുള്ള തുക കൊടുക്കും. അങ്ങനെ ആ കുട്ടി പഠിച്ചതിന് ശേഷം തൻ്റെ ഗ്രാജുവേഷന് വേണ്ടി എടുത്ത തുക അറിയാൻ ചെല്ലുമ്പോൾ 10 + 4 + 3.5 17 ലക്ഷം രൂപയാണ് ഈ കുട്ടിക്ക് 8ാം കൊല്ലം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുമ്പോൾ ചെല്ലുമ്പോൾ ഗ്രാജുവേഷന് എടുത്ത ലോണിൻ്റെ മാത്രം തുക കാണുന്നത്. ഈ 18 ലക്ഷം രൂപ ഈ കുട്ടിക്ക് EMI ആയിട്ട് ബാങ്കുകാർ ദീർഘകാല അടിസ്ഥാനത്തിൽ കൊടുക്കണമെന്നാണ് നിയമം. 15 വർഷത്തെ കാലാവധിയെങ്കിലും കൊടുക്കണമെന്നാണ് നിയമം. പക്ഷേ നിർഭാഗ്യവശാൽ ബാങ്കുകാർ പറയുന്നു, കുട്ടി 4 കൊല്ലം ഗ്രാജുവേഷനും 3 കൊല്ലം പോസ്റ്റ് ഗ്രാജുവേഷനും പഠിച്ചു, പോയിട്ട് 8 കൊല്ലം അല്ലെങ്കിൽ 7 കൊല്ലത്തെ EMI ഉള്ളൂ എന്ന് പറഞ്ഞ് ഈ മൊത്തം തുകയെ 18 ലക്ഷം രൂപയെ ഈ കുട്ടിക്ക് EMI ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഏതാണ്ട് 35,000 രൂപയാണ് ഒരു കുട്ടിക്ക് മാസം അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അല്ല, 14 ലക്ഷം രൂപയും 4 ലക്ഷം രൂപ ആദ്യം അടച്ചിരുന്നു എന്ന് വിചാരിക്കുക. പിന്നീട് 8ാം കൊല്ലം ചെല്ലുമ്പോൾ വീണ്ടും അത് 14 ലക്ഷമായിട്ട് തന്നെ നിൽക്കുന്നു. അപ്പോൾ അടയ്ക്കേണ്ട തുക ഏതാണ്ട് 30,000 രൂപയോളം വരും. ബാങ്കിങ് നിയമം അനുസരിച്ച് ചട്ടവിരുദ്ധമായിട്ടാണ്, റിസർവ് ബാങ്ക് ചട്ടങ്ങൾ അനുസരിച്ച് വളരെ ലിബറൽ ആയിട്ട് വേണം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വായ്പ കൊടുക്കാൻ. അതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ കാലഘട്ടത്തിൽ അതിനോട് പൈസ വാങ്ങാൻ പാടില്ല. ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ തന്നെയും 15 കൊല്ലത്തെ ഈസി EMI ആയിട്ട് വേണം കൊടുക്കുവാൻ. ഇത് പല ബാങ്കുകളും ലംഘിക്കുകയാണ്. അവർ ഈസി EMI ആയിട്ട് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, 8 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് ചെല്ലുമ്പോൾ പിന്നീട് 7 കൊല്ലം മാത്രമാണ് EMIക്ക് അനുവദിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് MBBS കഴിഞ്ഞ ഒരു കുട്ടിയോ, BPharm കഴിഞ്ഞ ഒരു കുട്ടിയോ, BDS കഴിഞ്ഞ ഒരു കുട്ടിയോ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ലോണിന് വേണ്ടി പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ടി ചെല്ലുമ്പോൾ 15,000 മുതൽ 25,000 രൂപ വരെ കേവലം ശമ്പളമാണ് കിട്ടുന്നത്. ഈ ശമ്പളത്തിൽ നിന്നും ഈ കുട്ടിക്ക് റീപേയ്മെന്റ് സാധിക്കത്തില്ല.
പ്രത്യേകിച്ച് ഇത്രയും വലിയ തുക വരുമ്പോൾ. അപ്പോൾ ഈസി EMI കൊടുക്കുക എന്നുള്ള റിസർവ് ബാങ്കിന്റെ ചട്ടത്തെ കേരളത്തിലെ പൊതുമേഖലാ ബാങ്കുകൾ ഒരു വശത്തിൽ ലംഘിക്കുന്നു. മറുവശത്തെ കുട്ടി എന്തെങ്കിലും പലിശ അടച്ചാൽ ആ പലിശ അടച്ച തുകയുടെ സബ്സിഡി ബാങ്കിലേക്ക് കൊടുക്കണമെന്നാണ് വ്യവസ്ഥ. 4 ലക്ഷം രൂപ അടച്ച് 8 കൊല്ലം കഴിഞ്ഞും കാത്തിരിക്കുന്ന കുട്ടികളുണ്ട്. നയാ പൈസ ഇന്ന് വരെ അക്കൗണ്ടിൽ സബ്സിഡി ആയിട്ട് വന്നിട്ടില്ല. അതിനുശേഷം ഈ കുട്ടിയുടെ EMIയിൽ എന്തെങ്കിലും കുറവ് വരുത്തിയാൽ ബാങ്കിങ് അധികാരികൾ രക്ഷിതാക്കളെയും കുട്ടികളെയും പിടിച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതി എന്നും വളരെ സമഗ്രമായിരിക്കുകയാണ്. നിങ്ങളുടെ പൈസ തന്നില്ലെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്യും, നിങ്ങളുടെ വസ്തുവകകൾ ജപ്തി ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടികൾക്ക് നിരന്തരമായ ഭീഷണി നേരിടേണ്ടി വരികയാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ, നമ്മുടെ റിസർവ് ബാങ്ക് അധികാരികളും അതുപോലെ തന്നെ നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന്റെയും ശ്രദ്ധയിൽ ഈ കാര്യം എത്രയും പെട്ടെന്ന് പെടുത്തേണ്ടത് അത്യാവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസ ലോൺ എടുക്കുന്ന കുട്ടികൾക്ക് ഈസി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള EMI കൊടുക്കണം. അവർക്ക് അത് അടയ്ക്കാനായിട്ട് സാധിക്കണം. അതോടൊപ്പം തന്നെ അവരടയ്ക്കുന്ന തുകയ്ക്ക് അവർക്ക് സബ്സിഡി ലഭിക്കുകയും വേണം. അങ്ങനെ കുട്ടികളെ ആത്മഹത്യയിലേക്ക്, മാതാപിതാക്കളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ അവരെ പൗരന്മാരായി കണ്ടുകൊണ്ട്, അവരുടെ റൈറ്റ് ആയിട്ട് കണ്ടുകൊണ്ട് ഈ മോർഗേജ്ഡ് ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന പേരൻസിനെയും കുട്ടികളെയും നമ്മൾ മുഖ്യധാരയിൽ നിർത്തണം. അല്ലെങ്കിൽ ഗുരുതരമായ ഒരു കൃത്യവിലോപമായി മാറും. പല മരണങ്ങൾക്കും നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമസ്കാരം.